6-ാം നൂറ്റാണ്ടിൽ വെയിൽസിൽ ജീവിച്ചിരുന്ന വിശുദ്ധ വൈൻഫ്രൈഡ് ഒരു സന്യാസിനിയാകാൻ ആഗ്രഹിച്ചിരുന്നു. അവളിൽ ആകൃഷ്ടനായിരുന്ന കാരഡോക്ക് അവൾ വഴിപ്പെടാതെ വന്നപ്പോൾ അവളുടെ തലവെട്ടി. ആ ശിരസ് വീണ സ്ഥലത്ത് ഒരു അത്ഭുതകരമായ ഉറവ പൊട്ടിപ്പുറപ്പെട്ടു. ആ ഉറവ വെയിൽസിലെ ഹോളിവെൽ എന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്നു. വെയിൽസിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി ഈ ഉറവ അറിയപ്പെടുന്നു. വെയിൽസിലെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഓരോ വർഷവും എത്തുന്നത് 10,000-ങ്ങളാണ്. AD 600-ൽ വെയിൽസിലെ ഹോളിവെല്ലിൽ ജനിച്ച അവർ ഒരു പ്രാദേശിക നേതാവായ ടൈഫിഡ് ആപ്പ് എയ്ലൂഡിന്റെയും ഭാര്യ വെൻലോയുടെയും മകളായിരുന്നു. ദൈവഭക്തയായ അവൾ തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ഒരു സന്യാസിയായിരിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. അവളിൽ ആകൃഷ്ടനായിരുന്ന കാരഡോക്ക് അവളെ ഉപദ്രവിക്കാനായി പിന്തുടർന്നപ്പോൾ അവളുടെ അമ്മാവനായ വൈദികൻ ബൂണോ താമസിച്ചിരുന്ന ദേവാലയത്തിൽ അവൾ അഭയം തേടി. അവളുടെ പിന്നാലെ എത്തിയ അയാൾ തന്റെ അഭ്യർത്ഥന നിരസിച്ച അവളെ ശിരച്ഛേദം ചെയ്തു. അത്ഭുതകരമായി അവളുടെ അമ്മാവനായ വിശുദ്ധ ബ്യൂണോ അവളുടെ തല ശരീരത്തിൽ തിരികെ വെച്ചുകൊണ്ട് അവളുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ആ ശിരസ് വീണ സ്ഥലത്ത് ഒരു അത്ഭുത ഉറവ പൊട്ടിപ്പുറപ്പെട്ടു. ഈ ഉറവയ്ക്ക് രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വെയിൽസിലെ ഹോളിവെല്ലിലെ വിശുദ്ധ വൈൻഫ്രഡിന്റെ ദേവാലയവും കിണറും ഒരു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ്. ഹൈവേയിലെ സൈൻ ബോർഡുകളിൽ ഹോളിവെല്ലിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെയിൽസിലെ ലൂർദ് എന്നാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നിരവധി തീർത്ഥാടകരുണ്ടായിരുന്നു. ആ കുളത്തിനടുത്തെത്തിയപ്പോൾ നല്ല സുഗന്ധം ഞങ്ങളിൽ പലർക്കും അനുഭവപ്പെട്ടു. ഈ കിണറിന്റെ പരിസരത്ത് ഒരു മ്യൂസിയം, ഒരു ചാപ്പൽ എന്നിവയുണ്ട്. ഇതെല്ലാ വർഷവും ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. രോഗശാന്തിയും ആത്മീയ ആശ്വാസവും തേടി തീർത്ഥാടകർ വെള്ളത്തിൽ കുളിക്കുന്നു. വെയിൽസിലെ നിലവിലെ റോമൻ കത്തോലിക്ക ആരാധനക്രമ കലണ്ടറിൽ നവംബർ 3-ന് വിശുദ്ധ വൈൻഫ്രഡിന്റെ തിരുനാൾ ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെയിൽസിലെ ഡൻബിക്, ഇംഗ്ലണ്ടിലെ ഷ്രൂസ്ബറി രൂപത, വെയിൽസിലെ ഗൈബദറിൻ എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളുടെ വിശുദ്ധയാണ് അവർ. വിശുദ്ധ വൈൻഫ്രഡിന്റെ സംഭവം അവരുടെ രക്തസാക്ഷിത്വത്തിനപ്പുറത്തേക്ക് മാനമുള്ളതാണ്. നൂറ്റാണ്ടുകളായി ഭക്തിയും തീർത്ഥാടനവും ഇവിടെ വർദ്ധിച്ചു വരികയാണ്. അവരുടെ കഥ കാലക്രമേണ അന്യദേശങ്ങളിലേക്കും വ്യാപിച്ചു. ഈ പുണ്യസ്ഥലം സന്ദർശിക്കാൻ രാജാക്കന്മാർ വരെ എത്തിയിരുന്നതായി ചരിത്രം പറയുന്നു. 1189-ൽ റിച്ചാർഡ് 1 രാജാവ് വൈൻഫ്രഡിന്റെ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചു. തന്റെ കുരിശ് യുദ്ധത്തിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കാനാണ് അദ്ദേഹം അവിടെ എത്തിയത്. 1416-ൽ ഹെൻറി 5 രാജാവ് അജിൻകോട്ടിലെ തന്റെ വിജയത്തിന് നന്ദി പറയാൻ ഷ്രൂസ്ബറിയിൽ നിന്ന് കാൽനടയായി വന്നതായി വിശ്വസിക്കപ്പെടുന്നു. വെൽഷ് കവി ട്യൂഡർ ആലഡിന്റെ അഭിപ്രായത്തിൽ എഡ്വേർഡ് 4 1461-ൽ ഹോളിവെല്ലിലേക്ക് തീർത്ഥാടനത്തിനെത്തി. കിണറിനടുത്തു നിന്ന് എടുത്ത ഒരു നുള്ളു മണ്ണ് അദ്ദേഹം തന്റെ കിരീടത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ ജെയിംസ് 2 രാജാവിന് മക്കളില്ലാതെ സിംഹാസനത്തിന് അവകാശികളില്ലാതെ വന്നപ്പോൾ 1686-ൽ രാജാവ് തന്റെ ഭാര്യ മേരി ഓഫ് മൊഡനയ്ക്കൊപ്പം തീർത്ഥാടന കിണർ സന്ദർശിച്ചു. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി രാജ്ഞി 30 പൗണ്ട് സംഭാവന നൽകി. ഈ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ മേരി ഒരു മകനെ ഗർഭം ധരിച്ചു. ഹെൻറി 8 രാജാവ് ദേവാലയവും അതിലെ വിശുദ്ധ തിരുശേഷിപ്പുകളും നശിപ്പിക്കാൻ ഉത്തരവിട്ടു. പക്ഷെ ദേവാലയ കെട്ടിടങ്ങളും ചില വിലയേറിയ പുരാവസ്തുക്കളും അതിനെയെല്ലാം അതിജീവിച്ചു. ബെൽജിയത്തിലെ അമ്മാവൻ രാജാവ് ലിയാപോൾഡ് 1 ഹോളിവെല്ലിൽ താമസിച്ചിരുന്ന വിക്ടോറിയ രാജകുമാരി 1828-ൽ കിണർ സന്ദർശിച്ചു. 2022 സെപ്റ്റംബർ 8-ന് ചാൾസ് 2 രാജാവായി മാറിയ വെയിൽസ് രാജകുമാരൻ 2021 ജൂലൈയിൽ ദേവാലയത്തിലും കിണറിലും ഔദ്യോഗിക സന്ദർശനം നടത്തിയതും വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു.